അപ്പോൾ മെയിൻ ഫാക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള PYQ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടും ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് ആർട്ട് ആൻഡ് കൾച്ചർ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ആർട്ട് ആൻഡ് കൾച്ചർ ആയിരിക്കും ആദ്യത്തെ ടോപ്പിക്കായിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഇത് കണ്ടൻറ്റിലായിരിക്കില്ല ഫോക്കസ്. സോ ഞാൻ ഒരുപാട് ഈ ക്വസ്റ്റ്യനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് തരിക എന്നുള്ളതല്ല ഈ ഒരു സെഷൻ്റെ ഒരു ഉദ്ദേശം. എങ്ങനെ നമ്മൾ ആ ഒരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോർമലി ഒരു 7 മിനിറ്റ് ആയിരിക്കും ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ആ 7 മിനിറ്റിൽ എങ്ങനെ ഒരു നിയർ പെർഫെക്റ്റ് ആൻസർ എഴുതാം, എങ്ങനെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിലായിരിക്കും നമ്മുടെ ഫോക്കസ് മുഴുവനായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവാർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇതൊരു 10 മാർക്കറാണ്. സോ 10 മാർക്കർ എന്ന് പറയുമ്പോൾ 2 പേജാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. 2 പേജ് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല 150 വേർഡ്സിൽ ആ 2 പേജ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഏതൊക്കെ കണ്ടൻറ്റ് വെച്ച് ഫില്ല് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ കോർ ഡിമാൻഡ് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം. എപ്പോഴും ഒരു ആൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കോർ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെയാണ്, അല്ലാതെ കൺക്ലൂഷനിലോ ഇൻട്രഡക്ഷനിലോ ഒന്നുമല്ല. കോർ ഡിമാൻഡ് നമ്മൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമുക്കതിൽ മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 മാർക്കാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 to 14 പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതായത് കോർ പാർട്ടിൽ 12 to 14 പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത്, ഫസ്റ്റ് ഇവിടെ ഡയറക്റ്റീവ് വേർഡായിട്ട് എക്സ്പ്ലെയിൻ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ആണ് ഡയറക്റ്റീവ് വേർഡ്. സോ ആ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമുക്കിവിടെ ഈ ഒരു ചോദിച്ചിട്ടുള്ള കാര്യത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷനും അവിടെ ആവശ്യമാണ്. അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇവിടെ നമ്മൾ ഒരു യൂണി ഡയറക്ഷനായിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിനർക്ക് നമ്മുടെ ബയാസ് മനസ്സിലാവും. സോ ബൈ ഡയറക്ഷനായിട്ട് പോകണം. ഇത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും റോളുണ്ടോ, ഇപ്പോൾ ഇവിടെ റോളാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര പാർട്ട് ഉണ്ടെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇവിടെ റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ പാർട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇവിടെ സിംഗിൾ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ 12 to 14 പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സിംഗിൾ പാർട്ടിലാണ്. സോ ഒരു സിംഗിൾ പാർട്ട് ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 12 മുതൽ 14 പോയിൻറ്റ്സ് വരെ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതൊരു സിംഗിൾ പാർട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. സോ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്, റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവാർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. സോ നമുക്കിതിനെ ഏതെങ്കിലും തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യയും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 2 തീം നമ്മൾ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. സോ ഈ ഒരു 2 തീമിൽ നിന്ന് 2 രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ 2 രീതി കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ല മെത്തേഡാണ്. ലൈക്ക് ഒരു സിംഗിൾ പാർട്ട് ക്വസ്റ്റ്യന് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എളുപ്പത്തിലും പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന വേർഡ് നേരത്തെ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സോ നമുക്ക് നോക്കാം. ജിയോഗ്രഫി ചോദിച്ചിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ആൻഷ്യൻ്റ് ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് പോയിൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, നമ്മൾ ഓൾറെഡി ജിയോഗ്രഫിയുടെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ജിയോഗ്രഫിയുടെ സിലബസിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇത് കവർ ചെയ്തെന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും, പ്ലെയിൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ഡക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, റിസോഴ്സ് ജിയോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ജിയോഗ്രഫിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം, അതിൽ റിവർ എന്ന് പറയുന്ന സംഭവം എന്ത് റോളായിരിക്കും റിവർ പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫെർട്ടൈൽ ഗ്രൗണ്ട്സ് നൽകിയിട്ടുണ്ടാവും, റിവേഴ്സ് ഫെർട്ടൈൽ ഗ്രൗണ്ട്സ് നൽകിയിട്ടുണ്ടാവും, പിന്നെ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും, സെറ്റിൽമെൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ രീതിയിൽ ഒരു സിവിലൈസേഷൻ തന്നെ വന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഇവിടെ ആ രീതിയിൽ അതിൻ്റെ ഒരു റോളായിട്ട് കാണിച്ചിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിളും കൊടുക്കാം. അപ്പോൾ ആ ഒരു ആൻസർ
ആ ഒരു പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ആയി. ഓക്കെ, ആ രീതിയിൽ നമുക്കിതിനെ ഒരു പോയിന്റിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നോക്കുകയാണെങ്കിൽ ഹിമാലയ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഫാക്ടർ എന്ത് റോളായിരിക്കും പ്ലേ ചെയ്തിട്ടുണ്ടാവുക, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിമാലയ പെനട്രേഷൻ, അതായത് ഫോറിൻ ഇൻവേഷനിൽ നിന്ന് നമ്മളെ ഒരു പരിധി വരെ സംരക്ഷിച്ചിട്ടുണ്ട്. ഹൂൺസിൻ്റെ ഒക്കെ ഇൻവേഷനിൽ നിന്നൊക്കെ ഒരു പരിധി വരെ സംരക്ഷിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഒരു തനതായ കൾച്ചർ ഇവിടെ ഡെവലപ്പ് ആവാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഹിമാലയ ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിമാലയ നമുക്ക് പെരണിയൽ റിവേഴ്സിൻ്റെ ഒരു സോഴ്സ് കൂടെയാണ്. സോ ആ രീതിയിൽ പെരണിയൽ റിവേഴ്സ് ഇൻഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചറിനെയും സെറ്റിൽമെൻറ്റ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു റോൾ ഹിമാലയ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നോക്കുകയാണെങ്കിൽ പ്ലേറ്റ്യൂ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ അത് റിസോഴ്സിൻ്റെ ഒരു കലവറ തന്നെയാണ്. സോ ആ രീതിയിൽ ആൻഷ്യൻറ്റ് സിവിലൈസേഷന് വേണ്ട റിസോഴ്സസ് ഇപ്പോൾ ഇൻഡസ് വാലിയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സെക്കൻഡ് അർബനൈസേഷൻ്റെ ടൈമിലാണെങ്കിലും, അല്ലെങ്കിൽ മൗര്യൻ ടൈമിലാണെങ്കിലും ഒരുപാട് റിസോഴ്സസ് ഒക്കെ നമുക്കൊരു ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ആ രീതിയിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ് മഗധ എംപയറിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയാം. അതായത് അയൺ സോഴ്സ് ചെയ്തത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നാണ്. സോ ആ ഒരു രീതിയിൽ മഗധൻ എംപയറിൻ്റെ ഒരു ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് എക്സാമ്പിളായിട്ട് മഗധൻ എംപയർ കോട്ട് ചെയ്യാൻ പറ്റും. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, മഗധൻ എംപയർ എന്ന രീതിയിൽ മഗധ എംപയർ എന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജിയോഗ്രഫിയിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്ത ഒരു സെഗ്മെൻ്റാണ് ഡെവലപ്മെൻറ്റ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു ഫ്രെയിം വർക്കാണ് ശരിക്കും. നമുക്ക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ജോഗ്രഫിയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട്, അതായത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ നോക്കി അതിൽ നിന്ന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഡെവലപ്മെൻറ്റ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ, ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, അത് ക്രോണോളജി വൈസ് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് നമുക്ക് സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു, പാലിയോലിത്തിക്, മിസോലിത്തിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോൺ ഏജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഹില്ലി ആയിട്ടുള്ള റീജിയൻസിലല്ലേ. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഹില്ലി റീജിയൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കവിടെ കോട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോൺ ഏജിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം സുലൈമാൻ ആൻഡ് കിർദാർ ഹിൽസ്. അത് നമ്മുടെ NCERT പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ സുലൈമാൻ ആൻഡ് കിർദാർ ഹിൽസ് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. സ്റ്റോൺ ഏജിൻ്റെ ഡെവലപ്മെൻറ്റിന് സുലൈമാൻ ആൻഡ് കിർദാർ ഹിൽസിലെ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ സ്റ്റോൺ ഏജിന് ശേഷം നമുക്കിപ്പോൾ എന്താ പറയുക, IVC ഉണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ IVC നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് IVC കഴിഞ്ഞിട്ട് വരുമ്പോൾ വേദിക് എറയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പാസ്റ്ററൽ ലാൻഡ്സ് ആണ്. സോ പ്ലെയിൻസ് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി. അവിടെ പാസ്റ്ററലിസം ആണ് കൂടുതലായിട്ടും കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ പ്ലെയിൻസ് ഇവിടെ ഒരു റോള് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേദിക് എറയെ പറ്റി കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പിന്നെ സെക്കൻഡ് അർബനൈസേഷൻ, അതും ഇൻ ആൻഡ് അറൗണ്ട് ഗംഗ റിവറിൻ്റെ ഒരു പെരിഫറിയിലാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. സോ നമുക്ക് റിവറിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. സോ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെ ഡെവലപ്മെൻറ്റും ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് എങ്ങനെ സഹായിച്ചെന്ന് രണ്ട് രീതിയിൽ നമ്മളിവിടെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ രണ്ട് രീതിയും നമുക്കിവിടെ കൂടുതൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിങ്കിങ് പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാവും. നമുക്ക് കൂടുതൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സ് ഒന്നും നമുക്ക് അറിയാത്ത പോയിന്റ്സ് അല്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. സോ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 12 മുതൽ 14 പോയിന്റ്സ് വരെ നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രസൻറ്റേഷനാണ്. നമ്മളെപ്പോഴും ഒരു എക്സാമിനറുടെ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചിട്ട് ആ എക്സാമിനർക്ക് അപ്പീൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എക്സാമിനർക്ക് അപ്പീൽ ചെയ്യുന്ന രീതിയാണെങ്കിൽ കുറച്ചുകൂടെയും ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 2 പേജസ് ആണ്. രണ്ട് പേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ 2 പേജിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് മേജറായിട്ടുള്ള കാര്യം കിടക്കുന്നത്. സോ നമുക്കിതിന് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞ് ഒരു 2-3 ലൈനിൽ ഇൻട്രഡക്ഷൻ ചെയ്യാം. പിന്നെ വാല്യൂ അഡിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്കൊരു മാപ്പ് കൊടുക്കാം.
ഈ മാപ്പിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കൽ മാപ്പ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് പോയിൻറ്റ്സ് ഇവിടെ അത് ഏത് രീതിയിൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു യുണീക്നെസ് അവിടെ വരുന്നത്. ലൈക്ക് നമുക്കൊരു ടേബിളായിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യനും ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും വൺ സൈസ് ഫിറ്റ്സ് ഓൾ ആ അപ്രോച്ച് ഇവിടെ സെറ്റ് ആവില്ല. സോ ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫ്രെയിം വർക്ക് അല്ല, ഓരോ രീതിയിൽ നമുക്ക് ആ പോയിൻറ്റ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു 2 കോളമായിട്ട് ഇവിടെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് ഹെഡ് കൊടുക്കാം, ഇവിടെ റോൾ പ്ലേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുക്കാം. അപ്പോൾ ഓരോ ഫാക്ടർ, ഇപ്പോൾ റിവർ എന്ത് റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്, എക്സാമ്പിൾ IVC. ആ രീതിയിൽ അടുത്തത് ഹിമാലയ എന്ത് റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്, എക്സാമ്പിൾ. ആ രീതിയിൽ നമുക്ക് ഒരു ടേബിളായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിരിക്കും. ആ ഒരു ടേബിൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താൻ പറ്റും. സോ ഇവിടെ വരെ ആ ഒരു ടേബിൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഒരു 14 പോയിൻറ്റ്സ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഒരു കൺക്ലൂഷൻ എഴുതി അവസാനിപ്പിക്കാം. പിന്നെ എന്തെങ്കിലും ഡയഗ്രാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ ഒരു നല്ലൊരു ഡയഗ്രാം പറയുകയാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് അയൺ ഓറിൻ്റെ അവൈലബിലിറ്റി ആ സമയത്ത് റിസോഴ്സ് മഗധ എംപയറിൻ്റെ ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. സോ അയൺ ഓറിൻ്റെ അവൈലബിലിറ്റി അങ്ങനെ വെച്ചിട്ട് പിന്നീട് എന്താണ് അയൺ ഓർ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും, സെറ്റിൽമെൻറ്റ്സ് പ്രൊമോട്ടാവും. പിന്നീട് ഗ്രോത്ത് ഓഫ് മഗധ. ആ രീതിയിൽ നമുക്ക് ഒരു ടേബിൾ, ഒരു ഡയഗ്രാം വേണമെങ്കിൽ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിലൊക്കെ നമുക്ക് ആൻസേഴ്സിനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നീട് നമ്മൾ ഇൻട്രഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പല രീതിയിൽ 2-3 തരത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഡെഫിനീഷൻ ബേസ്ഡ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്യാൻ പറ്റും. NCERTയിൽ എന്തെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് ഇവിടെ എഴുതാൻ പറ്റും. പിന്നെ സിവിലൈസേഷനിലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കോഡ് ബേസ്ഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RS ശർമ്മ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് പ്ലേഡ് എ പിവിറ്റൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോട്ട് RS ശർമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കോണ്ടെക്സ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയാണ്. പിന്നെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എന്തെങ്കിലും ഫാക്ട് വെച്ചിട്ട് ജിയോഗ്രഫീനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു 2 ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട്. സോ ആ രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ടത് അതൊരു പോസിറ്റീവ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് കൺക്ലൂഷൻ ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ എക്സാമിനർ ചോദിച്ച കാര്യത്തോട് അല്ലെങ്കിൽ എക്സാമിനർ സ്റ്റേറ്റ് ചെയ്ത കാര്യത്തോട് നമ്മൾ യോജിക്കുന്നു. ഒപ്പീനിയൻ ബേസ്ഡ് ആണെങ്കിൽ ഒപ്പീനിയൻ എന്താണോ ആ ഒപ്പീനിയൻ പറഞ്ഞിട്ട് ലൈക്ക് അതൊരു അവസാനം ഒരു പോസിറ്റീവ് കൺക്ലൂഷനായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം. ഫ്യൂച്ചറിസ്റ്റിക്കും പോസിറ്റീവും എന്തെങ്കിലും കണ്ടംപററി റെലവൻസ് ഉണ്ടോ ആ രീതിയിലും നോക്കാം. കണ്ടംപററി റെലവൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീലടിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ കീലടിയൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള, അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റെലവൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും അതിൻ്റെ കണ്ടംപററി റെലവൻസ് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമുക്ക് നല്ലൊരു കൺക്ലൂഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതും ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇവാലുവേറ്റ് ദ നാച്ചർ ഓഫ് ഭക്തി ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ കൾച്ചർ. 10 മാർക്കർ തന്നെയാണ്. സോ 10 മാർക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 12 to 14 പോയിൻറ്റ്സ്. 12 to 14 പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. സോ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എത്ര പാർട്ട് ഉണ്ടെന്ന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നാച്ചർ ഓഫ് ഭക്തി ലിറ്ററേച്ചർ ഒരു പാർട്ട്, കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ കൾച്ചർ സെക്കൻഡ് പാർട്ട്. സോ ഇവിടെ 2 പാർട്ടുണ്ട്. സോ 2 പാർട്ടിന് നമ്മൾ 12 മുതൽ 14 പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ 12 പോയിൻറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നാച്ചർ ഓഫ് ഭക്തി ലിറ്ററേച്ചറിൽ ഒരു 6 പോയിൻറ്റും ശേഷം കോൺട്രിബ്യൂഷനിൽ ഒരു 6 പോയിൻറ്റും ജനറേറ്റ് ചെയ്താൽ മതിയാവും. സോ ആ രീതിയിൽ നമുക്കിവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട്, 2 പാർട്ടുണ്ട്. സോ
പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവാലുവേറ്റ്. ഇതാണ് ഡയറക്റ്റീവ് വേർഡ്. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളോടൊരു കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പറയണം. സോ ഇവിടെയും എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ്സ് പറയണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടും ഡിസ്കസ് ചെയ്ത് പോകണം. അതുപോലെ തന്നെയാണ് ഇവിടെ ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തുകയാണ്. നമ്മൾ ഈ ഒരു നാച്ചർ, ഭക്തി ലിറ്ററേച്ചറിൻ്റെ ഈ നാച്ചർ നല്ല നാച്ചർ തന്നെയാണോ അതോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ, ആ രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ 12 to 14 പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഭക്തി ലിറ്ററേച്ചർ മോസ്റ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. അതായത് ഭക്തി ലിറ്ററേച്ചർ നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് 1-2 ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ ആ ലിമിറ്റേഷൻസ് ഓവറായിട്ട് ലിമിറ്റേഷൻസിന് കോട്ട് ചെയ്യാൻ പാടില്ല. ലിമിറ്റേഷൻസ് 1-2 ലിമിറ്റേഷൻസ് ആയിട്ട് ചുരുക്കണം. ഒരു 6 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 7 പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ 5 പോയിൻറ്റ്സ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നാച്ചുറൽ തന്നെ പറയണം. പിന്നീട് ഒരു 2 പോയിൻറ്റ്സ് മാത്രമാണ് ലിമിറ്റേഷൻസിൽ പറയേണ്ടത്. ഓക്കെ, ആ രീതിയിൽ കൊണ്ടുവരണം. പിന്നീട് നമ്മൾ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് നാച്ചറാണ് ചോദിച്ചത്, അടുത്തത് കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ നാച്ചർ ഓഫ് ഭക്തി ലിറ്ററേച്ചർ. ഇപ്പോൾ ഇവിടെ ഒരു ജനറലിസ്റ്റ് അപ്രോച്ച് നമുക്ക് എടുക്കാം. അതായത് ജനറലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ലിറ്ററേച്ചർ ആയിക്കോട്ടെ, മൗര്യൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക സംഘം ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഏതൊരു ലിറ്ററേച്ചർ ആണെങ്കിൽ ലിറ്ററേച്ചറിന് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ കുറച്ച് ഫാക്ടേഴ്സ് എല്ലാ ലിറ്ററേച്ചറിനും സെയിം ആയിരിക്കും. സോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓരോ ലിറ്ററേച്ചറിനും ഇപ്പോൾ ഇവിടെ കണ്ടോ ലാംഗ്വേജ്, എല്ലാ ലിറ്ററേച്ചറിനും ഒരു ലാംഗ്വേജ് ഉണ്ടാവും, പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ഇപ്പോൾ വേദിക് ആണെങ്കിൽ അത് സാൻസ്ക്രിറ്റ് ആണ്, സംഘമാണെങ്കിൽ അത് തമിഴാണ്. സോ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ ലിറ്ററേച്ചറിനും ഒരു ലാംഗ്വേജ് ഉണ്ടാവും. സോ നമ്മളിപ്പോൾ ഭക്തി ലിറ്ററേച്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഭക്തി ലിറ്ററേച്ചറിൽ ഏത് ലാംഗ്വേജ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? അവിടെ വെർണാക്കുലർ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ലിറ്ററേച്ചറിനും ഒരു തീം ഉണ്ടായിരിക്കും, ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള തീം ഉണ്ടായിരിക്കും. ഇപ്പോൾ സംഘം ലിറ്ററേച്ചർ ആണെങ്കിൽ സെക്കുലർ ആണ്, വേദിക് ആണെങ്കിൽ അത് കുറച്ചുകൂടി റിലീജിയസ് ആണ്. സോ ഇവിടെ ബ്രാഹ്മണിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വേദിക് ലിറ്ററേച്ചറിൽ പറയുന്നത്. ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വേദിക് ലിറ്ററേച്ചർ. അത് കുറച്ചുകൂടി റിലീജിയസ് ആണ്. മറ്റത് കുറച്ചുകൂടി സെക്കുലർ ആണ്. സംഘം ലിറ്ററേച്ചർ സെക്കുലർ ആണ്. സോ ഇവിടെ ഇതിൻ്റെ തീം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. തീം ഡിവോഷണൽ തീമാണ്. പിന്നെ അടുത്തത് ലിറ്റററി സ്റ്റൈല്, റിലീജിയസ് ഫിലോസഫി, റീജിയണൽ ഡൈവേഴ്സിറ്റി. റീജിയണൽ ഡൈവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് എഴുതാനുണ്ട്. ലൈക്ക് ഓരോ റീജിയനെ സംബന്ധിച്ച് വൈസ് ചെയ്തെടുത്തോളം അത് ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണത് വളർന്നു വന്നിട്ടുള്ളത്. സോ ഈ രീതിയിൽ നമുക്ക് ഏതൊരു ലിറ്ററേച്ചറിൻ്റെ നാച്ചർ ചോദിച്ചു കഴിഞ്ഞാലും ലിറ്ററേച്ചർ ആണോ, ആ ലിറ്ററേച്ചറിൻ്റെ നാച്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ലിറ്ററേച്ചറിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ലാംഗ്വേജ് ഉണ്ട്, തീം ഉണ്ട്, ലിറ്റററി സ്റ്റൈൽ ഉണ്ട്, റിലീജിയസ് ഫിലോസഫി ഉണ്ട്, റീജിയണൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, സോഷ്യൽ ക്യാരക്ടർ ഉണ്ട്, ഇമോഷണൽ അപ്പീൽ ഉണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് അതിന് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ ഡിഫറെൻറ്റ് പാർട്ടാക്കി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഏതൊരു ലിറ്ററേച്ചർ വന്നു കഴിഞ്ഞാലും ഇനി ഈ സെയിം ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സംഘം ലിറ്ററേച്ചർ ആണെങ്കിൽ ഇപ്പോൾ നോക്കാം, സംഘം ലിറ്ററേച്ചർ ലാംഗ്വേജ് എന്താണ്? ക്ലാസിക് തമിഴാണ് ലാംഗ്വേജ്. തീം എന്താണ്? സെക്കുലർ ആണ് തീം. അപ്പോൾ ആ രീതിയിൽ ലിറ്റററി സ്റ്റൈൽ, കുറച്ചുകൂടെ അകംപുറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കോട്ട് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ലിറ്ററേച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ ടു കൾച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ചോദിച്ചത്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പാർട്സ് ഓഫ് കൾച്ചറിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കൾച്ചറിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. റിലീജിയൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സൊസൈറ്റി കൾച്ചറിൻ്റെ ഭാഗമാണ്, ലിറ്ററേച്ചർ അതിൻ്റെ ഭാഗമാണ്, ലാംഗ്വേജ് കൾച്ചറിൻ്റെ ഭാഗമാണ്, മ്യൂസിക്, ഡാൻസ്, ആർട്സ്, സോഷ്യൽ റിഫോം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്. സോ ഈ ഓരോ ഇപ്പോൾ ഓൾ ടുഗദർ കൾച്ചറിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ. എങ്ങനെ ചിന്തിച്ചാൽ റിലീജിയൻ, സൊസൈറ്റി, ലിറ്ററേച്ചർ, ഇതിനൊക്കെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? റിലീജിയനിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡിവോഷനാണ് ഇവർ കൂടുതലും പ്രൊമോട്ട് ചെയ്തത്. അതുവരെ റിച്വലിസ്റ്റിക് ആയിരുന്നു.
നമുക്ക് ഡയറക്റ്റായിട്ട് ഗോഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു ഭക്തി ലിറ്ററേച്ചറിന് മുമ്പാണെങ്കിൽ, ഒരു ഭക്തി ടൈമിന് മുമ്പാണെങ്കിൽ നമ്മൾ കൂടുതൽ റിച്വൽസ് ആണ്. ബ്രാഹ്മിൻസിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കും. ഇപ്പോൾ ക്ഷത്രിയൻസ് ആണെങ്കിൽ ബ്രാഹ്മിൻസിനെ ഓരോ റിച്വൽസ് ചെയ്യാൻ വേണ്ടി ബ്രാഹ്മിൻസിനെ ഏൽപ്പിക്കും. ബ്രാഹ്മിൻസ് അത് ചെയ്യും. ആർക്ക് വേണ്ടി? ക്ഷത്രിയാസിന് വേണ്ടി. സോ ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഭക്തി ലിറ്ററേച്ചറിൻ്റെ വരവോടുകൂടി ഡയറക്റ്റ് ഡിവോഷൻ, അത് പേഴ്സണൽ ഡിവോഷൻ, നമുക്ക് പേഴ്സണലായിട്ട് ഭക്തിയായിട്ടും അല്ലാണ്ടും എല്ലാം നമുക്ക് പറയാനുള്ളൊരു മീഡിയം നമുക്കൊരു ഭക്തി ലിറ്ററേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റിലീജിയൻ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ കാസ്റ്റ് ഹൈറാർക്കിനൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിറ്ററേച്ചറിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിക്സ് ലൈക്ക് രാമചരിതമാനസ അതുപോലുള്ള ക്ലാസിക്സ് ഒക്കെ കൊണ്ടുവരാൻ ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഫറെൻറ്റ് സെക്റ്റിലൂടെ കൾച്ചറിനെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് തിരിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂഷൻസ്. സോ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ വാല്യൂ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മേജറായിട്ട് നോക്കേണ്ട കാര്യം, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തി എന്ന് പറയുന്നൊരു ഭക്തി ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വരും. തുളസീദാസ്, കബീർ, അതുപോലുള്ള ഒരുപാട് ആൾക്കാർ, പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, പിന്നെ കുറേ ലിറ്റററി വർക്ക്സ്, ഇതൊക്കെ നമ്മൾ പോയിൻറ്റ്സ് നമ്മളിവിടെ യോജിക്കുന്ന രീതിയിൽ നമ്മളിവിടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എൻറിച്ച്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നേരത്തെ നാച്ചുർ പറയുകയാണെങ്കിൽ പോലും നാച്ചുറൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പോൾ തമിഴ്, ദ്രാവിഡ ലാംഗ്വേജ്, അതുപോലുള്ള പിന്നെ ഹിന്ദി, തുളസീദാസ് പോലുള്ള ആൾക്കാർ ഹിന്ദിയിലാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഹിന്ദി ഇവിടെ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി, തമിഴ് ഇതൊക്കെ കീവേഡ്സ് ആണ്. തെലുഗു ഇതൊക്കെ കീവേഡ്സ് ആണ്. എന്ന് വെച്ചാൽ റീജിയണൽ ലിറ്ററേച്ചറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രൊമിനൻ്റ് അല്ലെന്ന് വിചാരിക്കുന്ന പല വേർഡ്സും ഇവിടെ കീവേഡ്സ് ആണ്. പിന്നെ തീമിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ പേഴ്സണൽ ഡിവോഷൻ്റെ കാര്യം പറയണം. പിന്നെ ലവ്, അതുപോലുള്ള കമ്പാഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറയണം. ലവ്, കമ്പാഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിറ്റററി സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പാഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ റിലീജിയസ് ഫിലോസഫിയാണ്, എഗലിറ്റേറിയൻ ആണ്, അല്ലാതെ പ്ലൂറലിസ്റ്റിക് ആണ് കുറച്ചുകൂടെ. അവിടെ എല്ലാ ആൾക്കാർക്കും ഒരേ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് ലൈക്ക് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് ഈ ഒരു ആൻസർ എൻറിച്ച്ഡ് ആയി. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ചെയ്യുന്ന സമയത്ത് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്, നേരത്തെ പറഞ്ഞു പല രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഭക്തി ലിറ്ററേച്ചറിനെ അങ്ങ് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് ഒരു കാര്യത്തിൻ്റെ നാച്ചറും കോൺട്രിബ്യൂഷനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാതെ നമ്മൾ നാച്ചറും കോൺട്രിബ്യൂഷനും പറയുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ്. സോ ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഭക്തി ലിറ്ററേച്ചർ, ആ രീതിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ കണ്ടോ, എത്തിക്കൽ ട്രഡീഷൻ, ഇൻക്ലൂസീവ് ഐഡിയൽസ്, കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് മോഡേൺ ഇന്ത്യ. നമ്മൾ ഇതുമായിട്ട് ഭക്തി ലിറ്ററേച്ചറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടംപററി റിലവൻസ് ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഒരു കണ്ടംപററി റിലവൻസ് അതിനുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇത് ആദ്യം നമ്മൾ കണ്ടത് 1 പാർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ടാമത് നമ്മൾ കണ്ടത് 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു റോഡ് ബ്ലോക്ക് മൈൻഡിൽ ഉണ്ടാവില്ല.